നമസ്കാരം. സ്റ്റോക്ക് സ്പ്ലിറ്റ്, ബോണസ് തുടങ്ങിയ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുകളുടെ പശ്ചാത്തലത്തിൽ വരുന്ന ആഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് പ്രൈവറ്റ് സെക്ടറിലെ പ്രമുഖ ബാങ്കായ കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. 2082 രൂപയാണ് സ്റ്റോക്കിൻ്റെ വില. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.37% ഉയർന്നു. ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബാങ്കായ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി നവംബർ 21 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുമുണ്ട്. 4.14 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് 3253 കോടിയായി ഉയർന്നിരുന്നു. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 4% വർദ്ധിച്ച് 7311 കോടിയുമായി മാറിയിരുന്നു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ 3% വർദ്ധിച്ച് 5268 കോടിയും കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായി. കൊട്ടക് മഹീന്ദ്ര ബാങ്ക് 2015 അവസാനമായി ബോണസ്, സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് ആക്ടിവിറ്റികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷനുകൾ നടത്തിയത്. 2015 1:1 എന്ന റേഷ്യോയിൽ കമ്പനി ബോണസ് പ്രഖ്യാപിച്ചിരുന്നു. അതിനു മുൻപ് 2010 സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കിയത്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓരോ ഷെയറുകളും 5 രൂപ ഫേസ് വാല്യൂ ഉള്ള 2 ഷെയറുകളായി അന്ന് സ്പ്ലിറ്റ് ആയിരുന്നു. ഇപ്രാവശ്യം 1:5 എന്ന റേഷ്യോയിലുള്ള ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ നെറ്റ് അഡ്വാൻസ് 16% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 3,99,522 കോടിയിൽ നിന്നും 4,66,888 കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ, വീക്ക്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ 1950 സ്റ്റോക്കിൻ്റെ സപ്പോർട്ടും 2250 റെസിസ്റ്റൻസുമാണെന്ന് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് GRM ഓവർസീസ് ലിമിറ്റഡ് എന്ന FMCG സെക്ടറിലെ കമ്പനിയാണ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് 6% ഉയർന്ന് 480 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 488, 52 വീക്ക് ലോ 175. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള FMCG സെക്ടറിലെ കമ്പനിയുടെ വാല്യൂഷൻ 55. 1974 എസ്റ്റാബ്ലിഷ്ഡ് ആയ GRM ഓവർസീസ് ലിമിറ്റഡ് എന്ന പാനിപ്പട്ട് ബേസ്ഡ് കമ്പനി പ്രധാനമായും ബ്രാൻഡഡ് ആൻഡ് നോൺ ബ്രാൻഡഡ് ബസുമതി റൈസിൻ്റെ മില്ലിംഗ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് തുടങ്ങിയ സെക്ടറുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കമ്പനി റൈസ് പ്രൊഡക്റ്റുകൾ മിഡിൽ ഈസ്റ്റ്, UK, US തുടങ്ങിയ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. കമ്പനി 1:2:1 എന്ന റേഷ്യോയിലാണ് ബോണസ് പ്രഖ്യാപനം നടത്തിയത്. അതായത് GRM ഓവർസീസ് ലിമിറ്റഡിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 2 ഷെയറുകളായിരിക്കും ബോണസായി ലഭിക്കുക. ബോണസിൻ്റെ റെക്കോർഡ് ഡേറ്റോ ഡേറ്റോ പുറത്തുവിട്ടിട്ടുമില്ല. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതായിട്ട് കാണുന്നില്ല. റീസെൻ്റ്ലി കമ്പനിയുടെ പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 19 കോടിയിൽ നിന്നും 14.76 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. അതേസമയം കമ്പനിയുടെ റവന്യൂവിൽ വർധനവ് ഉണ്ടായിട്ടുമുണ്ട്. ഏണിംഗ് പെർ ഷെയറിലും വർധനവ് നമ്മൾക്ക് കാണാൻ സാധിക്കും. ROE 16%-നടുത്തും ROCE 13.5%-നടുത്തുമാണ്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.86, അതായത് കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിന് 68% സ്റ്റേക്ക് ഹോൾഡിങ്ങും, FIസിന് 3.36, DIസിന് 1.82%, പബ്ലിക്കിന് 23%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും സ്റ്റോക്കിൽ ഒരു മൾട്ടി ഇയർ ബ്രേക്കൗട്ട് വരാൻ പോവുകയാണ്. മന്ത്ലി ക്യാൻഡിൽ പാറ്റേണിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 500 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ 400 പോയിൻറ്റിൻ്റെ അപ്സൈഡ് സ്റ്റോക്കിൽ മീഡിയം ടൈമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 428 സ്റ്റോപ്പ് ലോസ് വേണം ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ GRM ഓവർസീസ് പോലുള്ള സ്റ്റോക്കുകളിൽ പൊസിഷൻ എടുക്കുന്നവർ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതല്ല സ്റ്റോക്കിനെ മൊമെൻറ്റം ട്രേഡിംഗ് പോയിൻ്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ 440 രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അവസാന സ്റ്റോക്ക് ഡെൽഫി വേൾഡ് മണി ലിമിറ്റഡ് എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് 2% ഉയർന്ന് 199 രൂപയ്ക്ക് അടുത്തായിട്ടാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ക്ലോസിംഗ് നൽകിയത്. 324 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 141. ഡെൽഫി വേൾഡ് മണി എന്ന കമ്പനി ട്രാവൽ റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ബിസിനസ് ട്രാവലേഴ്സ്, സ്റ്റുഡൻസ്, ലേഷർ കസ്റ്റമേഴ്സ് എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ട്രാവൽ റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 3000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി ബോണസും സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഓരോ ഷെയറുകളും 2 രൂപ ഫേസ് വാല്യൂ ഉള്ള 5 ഷെയറുകളായി സ്പ്ലിറ്റ് ആവുകയാണ്.
അതുകൂടാതെ 2:1 എന്ന റേഷ്യോയിൽ ബോണസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെഫി വേൾഡിൻ്റെ ഓരോ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്കും 2 ഷെയറുകൾ ബോണസായി ലഭിക്കുകയും ചെയ്യും. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. റവന്യൂ 22% ഇടിഞ്ഞ് 15 കോടിയിൽ നിന്നും 12 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റബിലിറ്റി 26% വർദ്ധിച്ച് 3.57 കോടിയിൽ നിന്നും 4.56 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഓപ്പറേറ്റിംഗ് മാർജിനിലും വളരെയധികം ഫ്ലക്ച്വേഷൻ കാണാൻ സാധിക്കും. 2024 സെപ്റ്റംബർ ക്വാർട്ടറിലെ ഓപ്പറേറ്റിംഗ് മാർജിൻ 27% ഇടിഞ്ഞിരുന്നു. 2024 ഡിസംബറിലെ ഓപ്പറേറ്റിംഗ് മാർജിനിലും 5%-ഓളം ഇടിവ് വന്നിട്ടുണ്ട്. ഓപ്പറേഷണൽ പ്രഷർ വളരെയധികം പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ഡെൽഫി വേൾഡ് എന്ന കമ്പനി. 200 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ടെക്നിക്കലി നോക്കുകയാണെങ്കിലും അത്ര അട്രാക്റ്റീവ് അല്ല. സ്റ്റോക്ക് 250 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഷോർട്ട് ടൈം മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്